നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇന്നും അസ്വസ്ഥരാണ് കോൺഗ്രസ്. ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തോൽവിയിൽ രോഷാകുലനായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ വെച്ച് നേതാക്കളെല്ലാം അദ്ദേഹത്തിന്റെ വിമർശനം നേരിടേണ്ടി വന്നു. രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും പ്രമുഖ നേതാക്കൾ ജയിക്കുമെന്ന് തന്നെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് രാഹുൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. കമൽനാഥ്, അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബാഗൽ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു രാഹുലിന്റെ ഈ രൂക്ഷ വിമർശനം. എന്നാൽ രാഹുലിനെ തിരിച്ച് വിമർശിച്ച് ദിഗ്വിജയ് സിംഗും ഞെട്ടിച്ചു കളഞ്ഞു. തോൽവിയിൽ AICC നേതൃത്വത്തിനും പങ്കുണ്ടെന്നാണ് ദിഗ്വിജയ് സിംഗ് തുറന്നടിച്ചത്. ഇതിനിടയിൽ ഭാരത് ജോഡോ യാത്രയും ചർച്ചയായി. ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് രണ്ടഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ രണ്ടാം ഭാരത് ജോഡോ യാത്ര ബാധിക്കരുതെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പ്രധാനമായും ഉന്നയിച്ചത്. അതുകൊണ്ട് യാത്രയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവികൾ പാർട്ടിക്ക് വലിയ ആഘാതമായെന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. കമൽനാഥ് അടക്കമുള്ള നേതാക്കൾ വരുന്ന സംസ്ഥാന നേതൃത്വങ്ങൾ നൽകിയ ഉറപ്പിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർണ്ണമായും അവർക്ക് വിട്ടു നൽകുകയായിരുന്നു. യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കാതെ ഊതിപ്പെരുപ്പിച്ച വിവരങ്ങളാണ് നേതൃത്വത്തെ ധരിപ്പിച്ചതെന്നും രാഹുൽ വിമർശിച്ചു. അതേസമയം സംസ്ഥാനങ്ങളുടെ ചുമതലയുണ്ടായിരുന്ന ജനറൽ സെക്രട്ടറിമാരെയും രാഹുൽ രൂക്ഷമായി തന്നെ വിമർശിച്ചു. ദിഗ്വിജയ് സിംഗ് മാത്രമാണ് രാഹുലിനെ തിരിച്ച് വിമർശിച്ചത്. സമാജ്വാദി പാർട്ടിയുടേതടക്കമുള്ള ആഹ്വാനം തള്ളിയതിൽ കമൽനാഥിനും AICC നേതൃത്വത്തിനും തുല്യ പങ്കുണ്ടെന്നാണ് ദിഗ്വിജയ് സിംഗ് തിരിച്ചടിച്ചത്. നേതൃത്വത്തെ തിരുത്താനും ശ്രമിച്ചു, പക്ഷേ അതുണ്ടായില്ലെന്നും ദിഗ്വിജയ് സിംഗ് പറഞ്ഞു. അതേസമയം BJPക്കും NDA സഖ്യത്തിനുമെതിരെ ശക്തമായ പ്രതിപക്ഷമായി ഇന്ത്യ സഖ്യത്തെ മാറ്റുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എത്രയും പെട്ടെന്ന് തന്നെ ഒരുങ്ങുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. 4 മണിക്കൂറോളം നീണ്ട യോഗത്തിന് ശേഷമായിരുന്നു കോൺഗ്രസ് തീരുമാനങ്ങൾ അറിയിച്ചത്. അതേസമയം പാർലമെന്റിലെ MP-മാരുടെ സസ്പെൻഷന്റെ കാര്യത്തിലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. നരേന്ദ്രമോദി സർക്കാരിനെ വെല്ലുവിളിക്കാൻ പാർലമെന്റിൽ പ്രതിപക്ഷം ഉണ്ടാവരുതെന്ന ഉദ്ദേശത്തോടെയാണ് MP-മാർക്ക് സസ്പെൻഷൻ നൽകിയത്. അതിലൂടെ മാത്രമേ അവർക്ക് ക്രിമിനൽ നിയമം പാസാക്കാൻ സാധിക്കൂ എന്നും കോൺഗ്രസ് പറഞ്ഞു. ഇതിനിടെ തിരിച്ചടികൾ തിരിച്ചറിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് KC വേണുഗോപാലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ജനുവരി 2ാം വാരമായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം ആരംഭം. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ഏക പ്രതീക്ഷയും.